ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് അൻസഫ്. ഞാൻ തേർഡ് ഇയർ MBB സ്റ്റുഡൻ്റ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു എക്സാമിലേക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യമാണ് മെയിൻലി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിപ്പം നീറ്റ് എക്സാം ആയിക്കോട്ടെ, മോഡൽ എക്സാംസ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം OMR ബബ്ലിംഗ് ആണ്. അപ്പം ഒരുപാട് പേര് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു പോർഷനാണ് ഈ ബബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആളുകൾ പല ടൈപ്പ് മെത്തേഡാണ് ഈ ബബ്ലിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞുതരാം, അത് വളരെയധികം എഫക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ അപ്പം തന്നെ ബബിൾ ചെയ്യാം. അത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അതിന് ആൻസർ ചെയ്യുക, ബബിൾ ചെയ്യുക. ടൈം ലാഗ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടി ഒപ്പം ബബിൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം എറേഴ്സ് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക, അപ്പോൾ തന്നെ ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ബബിൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, അറിയാത്തൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്കത് ചെറിയൊരു പ്രശ്നം വരുത്തും. ഓക്കെ, കാരണം നമ്മളിങ്ങനെ ബബിൾ ചെയ്ത് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അറിയാത്ത ക്വസ്റ്റ്യൻ വരുമ്പം പിന്നെ ഓർഡർ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി ഒരൊറ്റ ക്വസ്റ്റ്യനും ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ, മോക്ക് എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നീറ്റ് എക്സാം ആയിക്കോട്ടെ, എല്ലാത്തിലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതായിരിക്കും നിങ്ങൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം ആൻസേഴ്സും അതുപോലെ തന്നെ ഓപ്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഓപ്ഷനിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം 40 മാർക്സ് അറ്റംപ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ 40 മാർക്സ് നമുക്ക് നഷ്ടപ്പെടും. ശരിയല്ലേ? ഇനി 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഒരു 5 ശരിയായാൽ മതി. നമുക്ക് 5 റോങ് ആയാലും കുഴപ്പമില്ല. ഒരു 5 ശരിയായി കഴിഞ്ഞാൽ തന്നെ പ്രശ്നമില്ല. കാരണം നമുക്ക് 5 നെഗറ്റീവ് മാർക്കായിട്ടുള്ള -5 വരുള്ളൂ. പക്ഷേ അവിടെ 25 മാർക്സ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് -5 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് +20 മാർക്സാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ 20 മാർക്ക് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം OMR ബബ്ലിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അതിന് ആൻസർ ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അതിന് ആൻസർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അറിയാത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു ഏകദേശം വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ അതാണ് ബബ്ലിങ്ങിൻ്റെ കേസിൽ മെയിൻലി പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. 2021 നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പക്ഷേ നിങ്ങൾ ഇതിനേക്കാൾ ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് അത്ര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, എനിവേ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത്, ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം, ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഏത് ചാപ്റ്ററാണെന്നുള്ളത് നമ്മൾ ലോക്കലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോക്കലൈസ് ചെയ്യേണ്ട കാര്യം അത് ഏത് കോൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിലെ ഏത് കോൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ് നമ്മൾ പിന്നെ ലോക്കലൈസ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെ ലോക്കലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ അത് മതിയാവും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മാത്രം മതി. ഓക്കെ, പക്ഷേ ഇക്വേഷൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മാത്രം പോരാ, ഇക്വേഷൻസും കൂടി വേണം. അപ്പം ആ ഒരു കോൺസെപ്റ്റിൻ്റെ കീഴിലുള്ള ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരാം. അപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം. ഓരോ കോൺസെപ്റ്റിനെ അതായത് ഒരു ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിട്ട് കോൺസെപ്റ്റുകളാക്കിയിട്ട് അതിന് കീഴിൽ ഇക്വേഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ എക്സാമിന് ഇങ്ങനെ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം. നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഒന്നുകൂടി വരാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിൽ ആദ്യം സർക്കുലർ മോഷനാണ് പറയുന്നത്, പിന്നെ പ്രൊജക്റ്റൈൽ മോഷനും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ടഫ് ആവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഇട്ടിട്ട് തിങ്ക് ചെയ്യരുത്. മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സിലേക്ക് നമ്മുടെ ഐഡിയാസ് കൊണ്ടുപോകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്കറിയാം, ഇതിൽ ആദ്യം സർക്കുലർ മോഷനും പിന്നെ പ്രൊജക്റ്റൈൽ മോഷനിൻ്റെ പ്ലെയിനും അതുപോലെ തന്നെ ലോസ് ഓഫ് മോഷൻ, 2 ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റുകളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കാൻ നോക്കണം. ഓക്കെ, ഇപ്പം ഇനി ഒരു JEE ലെവലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻ വരും. ചിലപ്പം ഇപ്പം സർക്കുലർ മോഷനിൽ നമ്മളൊരു തീറ്റ ആംഗിൾ എറിഞ്ഞു, അപ്പോൾ അതൊരു പ്രൊജക്റ്റൈൽ മോഷനായി, പിന്നെ അത് പിച്ച് ചെയ്യും. ചിലപ്പം നമുക്കിപ്പം ഇവിടെ വരെ തീർന്നു. JEE ലെവലാണെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാവും. അതായത് അവിടെ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൈറ്റ് എത്ര, അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ചോദിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റും കൂടി വേണ്ടി വരും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം അതുപോലത്തെ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. മോഡൽ എക്സാംസ്, അത്തരത്തിലുള്ള മോഡൽ എക്സാംസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവുക. കാരണം കഴിഞ്ഞ വർഷത്തെ നീറ്റൊക്കെ വളരെയധികം അത്യാവശ്യം ടഫാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മെയിൻലി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, നിങ്ങൾ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റ്സ് ലിങ്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻലി പറയാനുള്ളത്. പിന്നെ ഞാൻ അടുത്തൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം ഓപ്ഷൻസ് ആണ്. ഓക്കെ, നീറ്റിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് വളരെ നല്ല ഓപ്ഷൻസ് ആയിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് അത്യാവശ്യം വളരെയധികം ട്രിക്കി ആയിരിക്കും. അതായത് ഇപ്പം ഓപ്ഷൻ 1 മാങ്ങ എന്നാണെങ്കിൽ ഓപ്ഷൻ 2 ചക്ക എന്നാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇവർ തരുന്ന ഓപ്ഷൻ 1 മാങ്ങയും ഓപ്ഷൻ 2 പച്ചമാങ്ങ, അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാകും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം അതാണ് ഒരു പ്രശ്നം. അപ്പം എപ്പോഴും ഓപ്ഷൻസ് വളരെ ക്ലിയർ ആയിട്ട് വായിക്കുക, എല്ലാ ഓപ്ഷൻസും വളരെ ക്ലിയർ ആയിട്ട് വായിക്കുക, എല്ലാ ഓപ്ഷൻസും വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. അല്ലാതെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ മോക്ക് എക്സാംസ് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. മോക്ക് എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാകും. അത് നമുക്ക് തിരുത്താനും കഴിയും. അപ്പം കൂടുതൽ മോക്ക് എക്സാംസ് അറ്റംപ്റ്റ് ചെയ്താലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും മിസ്റ്റേക്സ് ഉണ്ടാവുക. അപ്പോൾ അത് അവനവൻ്റെ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് മോക്ക് എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുക. അത് അറ്റംപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിലെ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്യുക. അപ്പോൾ ഓരോ സമയത്തും ഓരോ മോക്ക് എക്സാംസുകൾ നിങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. എത്ര പഠിച്ചു കഴിഞ്ഞാലും ഒരു മിസ്റ്റേക്കൊക്കെ എന്തായാലും പറ്റും, കുറച്ച് മിസ്റ്റേക്ക് എന്തായാലും പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു നമ്പർ കുറച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മോക്ക് എക്സാംസ് ഒരുപാട് എഴുതണം. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻലി പറയാനുള്ളത്. പിന്നെ തീരെ പഠിച്ചിട്ടില്ല എന്നുള്ള കരുതി മോക്ക് എക്സാംസ് എഴുതാതിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, മോക്ക് എക്സാംസ് എഴുതുന്നത് വഴി നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. മോക്ക് എക്സാംസിൽ തന്നെ ടോപ്പിലെത്താൻ നോക്കുക. ഓക്കെ, മോക്ക് എക്സാംസിൽ തന്നെ ഗോൾഡ് മെഡൽ അടിക്കുക, ക്യാഷ് അവാർഡ്സ് അടിക്കുക. ഓക്കെ, എന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നീറ്റ് എക്സാംസ് പോവുക. ഓക്കെ, നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.